ഹലോ ഗൈസ്, ഞാൻ എന്തേ ചെയ്യുന്നതെന്നല്ലേ, മോളെ 11ാമത്തെ മാസത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് മന്ത് ആയതുകൊണ്ട് തന്നെ ഫ്ലവർ തീം വെച്ചാണ് ചെയ്യുന്നത്. അടുത്ത മന്ത് ബർത്ത്ഡേ മന്തല്ലേ, അന്നേരം ഫോട്ടോ എടുക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ലാസ്റ്റ് മന്ത് ആയതുകൊണ്ടാണ് ഫ്ലവർ തീം ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ ഇത്. നമ്മൾ ഓരോ മാസവും എന്തൊക്കെ തീം സെലക്ട് ചെയ്യണം, എങ്ങനെ സെറ്റാക്കണം, അതേപോലെ തന്നെ കുഞ്ഞടങ്ങിയിരിക്കുമോ, എല്ലാം നല്ല രസമാണ്. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നല്ല മെമ്മറിയാണ്. ചേട്ടനാണ് കേട്ടോ ക്യാമറാമാൻ. ചേട്ടൻ എനിക്കൊരു ട്രൈപോഡ് മേടിച്ചു തന്നു. എനിക്ക് യൂട്യൂബിൽ 100 സബ്സ്ക്രൈബേഴ്സായി. 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ് എന്നെനിക്കറിയാം. അച്ചീവ് ചെയ്യാൻ വലിയ കാര്യമുള്ള കാര്യമല്ലെന്നും എനിക്കറിയാം. പക്ഷേ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മുടെ ചേട്ടൻ ദാ വന്നു, ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുവാണ് 11 സെറ്റായോ എന്നൊക്കെ. നമ്മുടെ മോഡലും വന്നു. പുള്ളിക്കാരിക്ക് അടങ്ങിയിരിക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര കുറുമ്പിയാണ് കേട്ടോ. ഓരോ മാസവും നമ്മൾ ഓരോ മെമ്മറീസാണ് എന്താ പറയണ്ടേ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ആദ്യത്തെ മാസം അടങ്ങിക്കിടന്നു, പിന്നെ കമന്ന് കിടന്നു, പിന്നെ ഇരുന്നു, പയ്യെ എഴയാൻ തുടങ്ങി, പിടിച്ച് നിൽക്കുന്നു, പിടിച്ച് നടക്കുന്നു, ഇനി തന്നെ നിന്ന് തുടങ്ങി ചെറുതായിട്ട്. അതേപോലെ തന്നെ ഇനി തന്നെ നടക്കാൻ തുടങ്ങും. ഓരോ മാസവും ഓരോ മെമ്മറീസാണല്ലോ. നമുക്കത് കാണുമ്പോൾ നമ്മുടെ കുഞ്ഞ് എത്ര പെട്ടെന്നാണ് വളരുന്നത്. കാരണം അടുത്ത മാസം 1 വയസ്സാണ്. എനിക്കിപ്പോഴും കുഞ്ഞിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാനും ചേട്ടനും അവസാന മാസം ഞങ്ങൾ രണ്ടും കൂടെ പോയി കുഞ്ഞിന് വേണ്ടുന്നത് പള്ളയുടുപ്പും അതേപോലെ തന്നെ ബാസ്ക്കറ്റും കാര്യങ്ങളും എല്ലാം മേടിച്ച് ഓർമ്മയാണ് എനിക്കിത്. ഹോസ്പിറ്റലിൽ പോകുന്നതും സ്കാനിങ്ങിന് പോകുന്നതും എല്ലാം. പെട്ടെന്നാണ് 1 വയസ്സാവാൻ പോകുന്നത്. ആലോചിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് വളരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ പെട്ടെന്ന് വലുതാവുകയാണോ, ഇനി കുറച്ച് 2 വർഷം കൂടെ കഴിഞ്ഞാൽ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാറായോ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പം ഈ ഫോട്ടോ എടുക്കുന്നതും എല്ലാം ഇപ്പോഴല്ല, കുഞ്ഞ് കുറച്ചും കൂടെ വലുതാവുമ്പോൾ നമുക്ക് കാണിക്കും. ഓരോ മാസം മോൾ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മോൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സമയം എത്തുമ്പോഴത്തേക്ക് കുഞ്ഞിനും അത് നല്ല ഇഷ്ടമാവുമായിരിക്കും, നമുക്കും നല്ല മെമ്മറി ആയിരിക്കുമല്ലേ. ദേ അമ്മ ഒന്ന് കേട്ടോ, മോളെ ഒന്ന് സംസാരിച്ച് അമ്മയടുത്ത് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അടങ്ങിയിരുന്നോളൂ. അമ്മമ്മയടുത്ത് ഭയങ്കര കൂട്ടാണ്. ചേട്ടൻ മേളിൽ നിന്ന് കട്ടിൻ്റെ മേളിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അവരവരുടെ മക്കൾ സ്പെഷ്യലല്ലേ. അപ്പോൾ നമ്മുടെ മക്കളുടെ ഓരോ കാര്യങ്ങളും സ്പെഷ്യലാക്കി ചെയ്യാൻ വേണ്ടി എല്ലാ പേരൻസിനും ഇഷ്ടമല്ലേ. ചേട്ടൻ ട്രൈപോഡ് സെറ്റ് ചെയ്യാണ് കേട്ടോ. ട്രൈപോഡിനകത്ത് ചേട്ടൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോക്കുവാണ് കേട്ടോ. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ചേട്ടൻ നോക്കിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് നിസ്സാര കാര്യമല്ലെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ അറിയാത്ത, വീഡിയോ എടുക്കാൻ അറിയാത്ത ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് വലിയ കാര്യം തന്നെയാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ചെയ്യും, ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ക്ലോസ് ആയിട്ടുള്ളൊരു 3-4 ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. അല്ലാതെ ഞാനതെങ്ങും ഇട്ടിട്ടില്ല, ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. എനിക്കിഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. ഞാനിപ്പം വീഡിയോ എടുക്കുന്നു, തന്നെ എഡിറ്റ് ചെയ്യുന്നു, ഓൺ വോയിസ് വന്ന് സംസാരിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ ഒരു ബെറ്റർ വേർഷനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ജേർണി തുടങ്ങിയതിന് ശേഷം എനിക്കൊരു പർട്ടിക്കുലർ പേഴ്സണിൽ നിന്ന് നെഗറ്റീവ് വന്നിട്ടുണ്ട്, എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയുള്ള. പക്ഷേ അതിൻ്റെ ഇരട്ടി എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ തന്നിട്ടുള്ളത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ അറിയാവുന്നവരായിരിക്കും കൂടുതലും. എന്നാലും ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. ഇനിയും സപ്പോർട്ട് വേണം എല്ലാവരുടെയും. ഞാനിതൊരു ജഡായിപ്പാറയിൽ പോയപ്പോൾ ഒരു ഫണ്ടിനെടുത്ത് തുടങ്ങിയ വീഡിയോ ആണ്. ഇപ്പം ഞാനത് സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണേ. ബൈ.